തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയ പരാജയം CPM വിലയിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് പരാജയത്തിന്റെ കാരണമെന്ന് പല CPM നേതാക്കന്മാർക്കും ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല എന്നാണ് ചിലരുടെ പ്രസ്താവനകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. PM ശ്രീയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷേ പാർട്ടിയും മുന്നണിയും അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് MV ഗോവിന്ദൻ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്. CPMന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തിന്റെ മൂല കാരണം എന്താണെന്ന് പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ആ കാര്യങ്ങൾ പാർട്ടി തിരുത്താൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വിരോധാഭാസം. ഒന്ന്, കേരളത്തിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട CPMനെതിരെ നിരന്തരം ആരോപണമുയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതായത് CPMും BJPയും തമ്മിൽ കേരളത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയാണ്. പരസ്പര സഹകരണ സംഘമായി CPMും BJPയും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഗവർണർ ഉൾപ്പെടെയുള്ളവർ ചില വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാട് ഇതിനുദാഹരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം നിരവധി തവണ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ വിവാദങ്ങളെല്ലാം കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെക്കുന്നത്. PM ശ്രീ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ പാഠപുസ്തകങ്ങളടക്കം കാവ്യവൽക്കരിച്ച് RSSന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരുടെ ജീവചരിത്രം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ച് വികലമാക്കിക്കൊണ്ടുള്ള ചരിത്രമെല്ലാം പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതി കേരളത്തിലെ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി, അതായത് ഇടതു മുന്നണിയിൽ രണ്ടാമത്തെ കക്ഷിയായ CPI പോലും അറിയാതെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അറിഞ്ഞുകൊണ്ട് മാത്രം നടത്തിയ ഒരു ഡീലാണെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് തെരുവിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സമരരംഗത്തിറങ്ങേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ അല്ലാതെ മറ്റു ചില വിഷയങ്ങളിലടക്കം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം ആക്ഷേപം ഉന്നയിക്കുകയും മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കുന്ന നിലപാട് വെള്ളാപ്പള്ളി നടേശന്റെ നാവിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ തയ്യാറാകാതെ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇത് മാത്രമല്ല, ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളെയും മറുഭാഗത്ത് ഭൂരിപക്ഷങ്ങളെയും രണ്ടുപേരെയും തങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുകയും ന്യൂനപക്ഷത്തിന്റെ നിലപാടുകളിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ പ്രതിസ്ഥാനത്ത് വരുന്ന സാഹചര്യങ്ങളിൽ സംഘപരിവാറിനെ സഹായിക്കുകയാണ് CPM ചെയ്യുന്നതെന്ന് കോൺഗ്രസ് വിമർശനം ഉന്നയിക്കുകയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം N ബ്ലോക്കായി CPM ലഭിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ CPMന് ലഭിക്കാതെ വന്നപ്പോൾ, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ലഭിക്കാതെ വന്നപ്പോൾ ന്യൂനപക്ഷ സമുദായത്തെ കൈവിടുകയും ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തു എന്ന് കോൺഗ്രസ് ആക്ഷേപം ഉന്നയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശബരിമല, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPM കാണിച്ച നിസ്സംഗത, CPMന്റെ ഉന്നത നേതാക്കന്മാരിൽ ഒരാളായ CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം, അതോടൊപ്പം തന്നെ മുൻ MLA കൂടിയായ പത്മകുമാർ ജയിലഴിക്കുള്ളിൽ പോയിട്ടും പത്മകുമാറിനെ തള്ളിപ്പറയാനോ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കമ എന്നൊരക്ഷരം ഉണ്ടാനോ CPM തയ്യാറാകാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് അണികൾക്കിടയിൽ അടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പരാജയത്തിന് കാരണമായിട്ടുണ്ട്. അതുമാത്രമല്ല, 10 വർഷമായി ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആരോഗ്യ മേഖല ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് പരാജയപ്പെട്ട മന്ത്രിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജിന് സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രികളിൽ കാര്യങ്ങൾ നോക്കാൻ താല്പര്യമില്ലാതെ PR വർക്കിന്റെ പുറത്ത് മാത്രം പിടിച്ചു നിൽക്കുന്ന കേരളത്തിലെ പരാജയപ്പെട്ട മന്ത്രിമാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ 1ാം സ്ഥാനത്ത് എഴുതി ചേർക്കാൻ കഴിയുന്ന പേര് വീണ ജോർജിൻ്റെതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വീണ ജോർജിനെ പോലെയുള്ള മന്ത്രിമാർ ഇപ്പോഴും അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല.
അതുമാത്രമല്ല ഡിവൈഎഫ്ഐക്കാരുടെ നേതൃത്വത്തിൽ അടക്കം നടത്തുന്ന കേരളത്തിലെ ഗുണ്ടായിസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർട്ടിക്ക് ഇവരെ നിലക്ക് നിർത്താൻ കഴിയാത്തതടക്കം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ വലിയ തരത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും CPM-കാർ കണ്ണു തുറന്ന് കാണണം. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കേവലം 4 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അവസാനം 3.5 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിലെ കെട്ടിവെച്ച പണം പല മണ്ഡലങ്ങളിലും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് CPM പോകും. CPM ഒരിക്കലും തകരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അടക്കമുള്ളവർ. അതുകൊണ്ട് തന്നെ CPM ഈ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറാകണം. മന്ത്രിമാരുടെ പെർഫോമൻസ്, അതായത് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ മന്ത്രിമാർ മുന്നോട്ട് പോകുന്നത് പാർട്ടിക്ക് ഭൂഷണമല്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും CPM-ന് എന്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചാലും അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ ഇനിയെങ്കിലും മന്ത്രിമാരുടെ ധാർഷ്ട്യവും ധിക്കാരവും കുറച്ച്, അല്ലെങ്കിൽ അവർ ആ ധാർഷ്ട്യവും ധിക്കാരവും മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി അവസാന സമയത്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാകണം. അതോടൊപ്പം തന്നെ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന വെള്ളാപ്പള്ളിമാരെ മാറ്റി നിർത്താനും അവരെ തള്ളിപ്പറയാനും മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന CPM നേതാക്കന്മാർ തയ്യാറായാൽ CPM-ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖം രക്ഷിക്കുന്ന തരത്തിൽ ഒരു സീറ്റെങ്കിലും ലഭിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വിലയിരുത്തുന്നത്.